വചനം ദൈവത്തിൻ വചനം നന്മകൾ ചെയ്യാനറിയൂ വചനം. വചനമറിഞ്ഞാൽ ആത്മാവുണരും ഹൃത്തിൽ. വചനം വചനം ദൈവത്തിൻ വചനം. വചനം വചനം ദൈവത്തിൻ വചനം. ആൻഡോ, ജോയി. എന്താ ജോയി ഇവിടെ? എന്താ എനിക്കിവിടെ വരാൻ പാടില്ലേ? എന്തൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ? എടാ, അത് കഴിഞ്ഞ ആഴ്ചയിലും പണി കുറവായിരുന്നു. കുറവായിരുന്നു എന്ന് പറയുമ്പോൾ പണി ഉണ്ടായിരുന്നു. 2 ദിവസത്തെ പണി ഉണ്ടായിരുന്നു. അപ്പൊ തരണമെന്ന് വിചാരിച്ചാലേ പകുതിയെങ്കിലും എനിക്ക് തരാമായിരുന്നു. എടാ, അത്രക്ക് അത്യാവശ്യമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അതാണ്. അത് കൊള്ളാം. നിനക്ക് മാത്രം അത്യാവശ്യമുള്ളോ? എനിക്കും അത്യാവശ്യമില്ലേ? നിനക്ക് മാത്രം അത്യാവശ്യമുള്ളൂ, എനിക്ക് അത്യാവശ്യമില്ല എന്നാണ് നീ ധരിച്ചു വെച്ചിരിക്കെങ്കിലേ അതങ്ങോട്ട് തിരുത്തിയാൽ മതി. എടാ, ഉടനെ ഞാൻ തരാടാ. തരാടാന്ന് പറഞ്ഞ എന്ന്? അത് പറയ്. അടുത്ത ആഴ്ച. അടുത്ത ആഴ്ച എന്ന് പറഞ്ഞാ എന്നാന്ന് അത് പറയടാ നീ. ഈ അടുത്ത ആഴ്ച ലാസ്റ്റ് ശനിയാഴ്ച. ദേ, ഇത് മാറ്റരുതിട്ടോ. നിനക്ക് അമ്മയെ ആശുപത്രി കൊണ്ടുപോകണമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാനെന്നാ 3000 രൂപ തന്നത്. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. പ്രഭാഷകൻ 29-ാം അധ്യായം 2-ാം വാക്യം. അറിയാടാ. അറിയാന്ന് പറഞ്ഞാൽ മതിയോ? കാശ് തരണ്ടേ? എടാ, മാവുങ്കല ജോണിനോട് 15,000 രൂപ മേടിച്ചിട്ട് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞല്ലേ? അയാൾ കഴിഞ്ഞ ആഴ്ച വഴിയിൽ പിടിച്ചു നിർത്തി എന്നെ പറഞ്ഞു കേട്ട് കഴിഞ്ഞാൽ നീയാണെങ്കിൽ ബോധം കെട്ട് വീണേനെ. ഇപ്പം ആ കാശ്, ആ ജോണിയുടെ കാശ് കൊടുക്കാൻ പറ്റിയ എൻ്റെ ചിന്ത. ദേ, നീ ഇത് ശനിയാഴ്ച തന്നെ തിരിച്ചു തന്നെ കേട്ടോ. ഞാനിപ്പോൾ പറഞ്ഞ തീയതിക്ക് ആ ജോണിനോട് എന്ത് പറയുന്ന? എന്നാ ഞാൻ പോണു. ആ, ജോയിയോ? ആ, നാളെ കഴിഞ്ഞ് വരാമെന്നല്ലേ നീ പറഞ്ഞിരുന്നത്? അതെന്താ കാശ് നേരത്തെ റെഡിയായോ? എടാ, ഞാൻ എന്തെങ്കിലുമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നീ ക്ഷമിച്ചേര്. ഞാൻ ചില കാര്യങ്ങളിൽ കുറച്ച് കണിശക്കാരനാണ്. പറഞ്ഞ വാക്ക്, പറഞ്ഞ സമയം, ഇതൊക്കെ. അല്ല, ഞാനങ്ങനെയാണേ. ആരോടെങ്കിലും പറഞ്ഞ വാക്കും സമയവും ഞാൻ തെറ്റിക്കാറില്ല. അല്ല, അങ്ങനെയുള്ള ഒരാൾക്കല്ലേ ഇത്തരം കാര്യങ്ങളിൽ സ്ട്രിക്റ്റ് ആകാൻ പറ്റൂ. നീ അന്ന് പറഞ്ഞ സമയത്ത് എന്നോട് വാങ്ങിയ പണം തിരികെ തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു പോയതാ. ദേ, നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഏതായാലും പറഞ്ഞതിന് 2 ദിവസം മുമ്പ് നീ പൈസ ആയിട്ട് വന്നല്ലോ. ചേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു. ഞാനിപ്പോൾ ശരിക്കും വന്നത് നാളെ കഴിഞ്ഞ് പണം തരാൻ കഴിയില്ല, അത് പറയാനും കുറച്ച് ദിവസം കൂടി അവധി തരണമെന്ന് പറയാനാ. എന്താടാ ഇത്? എല്ലാം നീ തന്നെ പറഞ്ഞ് റെഡിയാക്കിയതാണോ? എന്താ ചേട്ടാ? ആ, അത് പോട്ടെ. എന്തായാലും ഈ പരിപാടി കൊള്ളാം. സത്യം പറഞ്ഞാൽ ഇത് എന്നെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചു. വേറെ ഒന്നുമില്ല ചേട്ടാ, വിചാരിച്ചതുപോലെ അഡ്ജസ്റ്റ്മെൻ്റ് ഒന്നും നടന്നില്ല. അതുകൊണ്ടാ. സത്യം പറഞ്ഞാൽ
ഒരു 2 ആഴ്ചത്തെ അവധിയും കൂടി ചേട്ടൻ എനിക്ക് നീട്ടിത്തരണം. അത് പറയാനാ 2 ദിവസം മുമ്പ് ഞാനിവിടെ വന്നത്. കൊള്ളാം, സംഗതി കൊള്ളാം. ശരി, 2 ആഴ്ചയല്ലേ, സാരമില്ല. അല്ല, കാശില്ലാത്ത നിന്റെ അടുത്ത് ഞാൻ എന്തു പറഞ്ഞിട്ട് എന്താ കാര്യം? മതിയടാ, അത് മതി. ദേ, ഇനി അതിൻ്റെ പേരിൽ നീ വിഷമിക്കണ്ട, തന്നാ മതി. നീ എത്രമാത്രം ഉന്നതനാണോ അത്രമാത്രം വിനീതനാവുക. അപ്പോൾ കർത്താവിൻ്റെ കൃപയ്ക്ക് നീ പാത്രമാകും. പ്രഭാഷകൻ 3-ാം അധ്യായം 18-ാം വാക്യം. വളരെ ഉപകാരം ചേട്ടാ. ചേട്ടൻ എങ്ങോട്ടെങ്കിലും പോകാറിറങ്ങിയതാണോ? ആ, ഞാൻ കുറച്ചും കൂടി വൈകി വന്നിരുന്നെങ്കിൽ കാണില്ലായിരുന്നു അല്ലേ? ഏയ്, ഞാൻ ഒന്ന് പള്ളി വരെ പോകണം. എനിക്ക് അച്ഛനെ ഒന്ന് കാണണം. ശരി ചേട്ടാ, ഞാനങ്ങ് ചെല്ലട്ടെ. ഓ, ആ. എടാ നിനക്ക് ഷുഗറൊക്കെ കുറഞ്ഞാ? അങ്ങനെയാണെങ്കിൽ മധുരം അധികം കഴിക്കലല്ല. എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞത്? എടാ ആൻഡോ, എടാ ആൻഡോ, നീ എന്നെ കളിപ്പിക്കുകയാണോ? അത് പിന്നെ ജോയി ശരിയാകാതിരുന്നുകൊണ്ടാ ഞാൻ പിന്നെ വരാതിരുന്നത്. ഓ, അപ്പൊ പതിവ് കൂടായി പോർത്താൻ തന്നെ ശരിയായിട്ടില്ല. കിട്ടിയ ഉടനെ തരാം. ജോയി പ്ലീസ്. ഓ, ആളുകൾ കാണെങ്കിൽ ചേട്ടാ, നിന്റെ വാക്കിന് വിലയില്ലാത്ത ഈ പ്രവൃത്തി. നീങ്ങ വന്നേ. എടാ ചോദിച്ചാൽ ഞങ്ങളിപ്പോ പോരാ. ആ എടാ എടാ, നാണമില്ലാത്തവനെ, പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ ആ വിവരം എന്നെ വിളിച്ച് പറയണം. അതാണ് മര്യാദ. ജോയി കാശ് റെഡി ആയി കഴിഞ്ഞിട്ട് പിടിക്കാന്ന് കൊടുത്ത ഞാൻ. അപ്പൊ 1 വർഷം കഴിഞ്ഞ കാശ് റെഡി ആവണമെങ്കിൽ നീ അപ്പഴേ വിളിക്കോ? എടാ, ഒരാഴ്ച കഴിഞ്ഞ് നീ ഇന്നലെ തരാന്നല്ലേ പറഞ്ഞിരുന്നത്? അതെ, അത് ശരിയാണ് ജോയി. ഇത്തവണ കൂടി ഒന്ന് ക്ഷമിക്കുക ജോയി. ഈ തവണത്തോടെ ക്ഷമിക്ക്. നിനക്ക് നാണമില്ലടാ. നിന്റെ അത്യാവശ്യ സമയത്തെ 1 മാസത്തെ അവധി പറഞ്ഞ് നീ വാങ്ങിക്കൊണ്ടതല്ലേ ഈ കാശ്? നിനക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഇടഞ്ഞ ഞാൻ മഹാപെശകാണ്. ജോയ്, ഇവരെ കാണുന്നത് കിട്ടിയാലേ പഠിക്കുള്ളൂ. നീ മാറിയേ. എടാ, നീ ഒന്ന് മാറ്. ജോയ് വന്നേ. നീ മാറ്. വിദ്വേഷത്തിന്റെ വേരു വളർന്ന് ഉപദ്രവം ചെയ്യാതിരിക്കാൻ സൂക്ഷിക്കുവിൻ. ഹെബ്രായർ 12-ാം അധ്യായം 15-ാം വാക്യം. എടാ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. നീ വന്നേ, വാ. എടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ടല്ലെന്ന്. കയ്യിലിരിക്കുന്ന കാശ് എണ്ണി കൊടുത്തിട്ടാ. എനിക്ക് എന്റെ കാര്യങ്ങൾ നടക്കണ്ടേ? ഞാൻ വാങ്ങിയ ആളുകൾക്ക് എനിക്ക് പണം തിരിച്ചു കൊടുക്കണ്ടേ? ഇതെല്ലാം കുളമാക്കിയത് ഇവനാ. ഇത്രയും പറഞ്ഞിട്ടും ഇവന് വല്ല കുരുക്കോടോ നോക്കി. ഇവനെ ഇന്ന് ഞാൻ. എടാ, നീ പോ, നീ പോടാ. പോ. എടാ, നീ ഇപ്പൊ പൊക്കോ. എനിക്ക് ഞാൻ വെച്ചണ്ടാ. നീ ഒന്ന് വിട്ടേ. എടാ ജോൺസാ, ഒന്നവിടെ നിന്നേ. എടാ, നീ എന്തോന്നും മിണ്ടാതെ ഇങ്ങ് പോന്നു കളഞ്ഞത്? അല്ലാതെ പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? എടാ, നിനക്ക് കാര്യം എന്താന്ന് മനസ്സിലായോ? നിന്റെ കയ്യിൽ നിന്ന് അവൻ കാശ് കടം വാങ്ങിച്ചിട്ട് പറഞ്ഞ സമയത്ത് അവന് തിരിച്ചു തരാൻ പറ്റിയില്ല. അതെ, പറഞ്ഞ ഡേറ്റ് മാറ്റി പറയണത് ഇത് എത്രാമത്തെ പ്രാവശ്യം എന്നറിയോ? എടാ, ഞാൻ ഇപ്പോഴല്ലേ അറിഞ്ഞത്. അപ്പൊ പിന്നെ അവൻ പറഞ്ഞ ഡേറ്റ് എത്ര വട്ടം മാറ്റി പറഞ്ഞെന്ന് ഞാൻ എങ്ങനെ അറിയാനാ? എങ്കിൽ കേട്ടോ, 2 പ്രാവശ്യം. എന്റെ ജോയി, അവൻ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, നീ അവനെ അടിച്ചത് ശരിയായില്ല. അതേ ഞാൻ പറയുന്നുള്ളൂ. എടാ, അവൻ കടം വാങ്ങിയത് അവൻ തിരിച്ചു തരുമ്പോൾ തീരും. എന്നാ നീ അവനിട്ട് കൊടുത്ത അടിയോ പറഞ്ഞ അതിശയ വാക്കുകളോ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അതങ്ങനെ മായാതെ മറയാതെ
ആരുടെ ആയാലും അത് മനസ്സിൽ മരണം വരെ കിടക്കും. ഇങ്ങനെ ഇൻസൾട്ടഡ് ആകുന്ന ആളുകളില്ലേ, അവർക്ക് ഒരു പരിധിവരെ വിളിക്കാൻ ദൈവമല്ലാതെ വേറെ ആരുമില്ല. അവരുടെ മനസ്സിൻ്റെ വേദനയും പ്രാർത്ഥനയില്ലേ, അങ്ങ് മുകളിൽ ദൈവത്തിൻ്റെ അടുത്ത് ഒരു തടസ്സമില്ലാതെ എത്തും. പിന്നെ അല്ല, കുറച്ചൊക്കെ ചുറ്റോട്ടത്ത് നമ്മൾ കാണാറുള്ളതല്ലേ, കേട്ടിട്ടില്ലേ? ചുമ്മാ പറയുന്നതല്ല. അത് പണ്ടൊക്കെ പിന്നെ പിന്നെ, ഇപ്പം അങ്ങനെയല്ല, ഉടനെ. കോപിക്കാം, എന്നാൽ പാപം ചെയ്യരുത്. നിങ്ങളുടെ കോപം സൂര്യൻ അസ്തമിക്കുന്നതുവരെ നീണ്ടുപോകാതിരിക്കട്ടെ. എഫേസോസ് 4:26. ജോയി പ്ലീസ്. ഓ, ആളുകൾ കാണും കേൾക്കും ചേട്ടനാ നിന്റെ വാക്കിന് വിലയില്ലാത്ത ഈ പ്രവൃത്തി. എടാ നാണമില്ലാത്തവനെ, പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ ആ വിവരം എന്നെ വിളിച്ച് പറയണം. അതാണ് മര്യാദ. നിനക്ക് നാണമില്ലടാ. നിന്റെ അത്യാവശ്യ സമയത്ത് 1 മാസത്തെ അവധി പറഞ്ഞ് നീ വാങ്ങിക്കൊണ്ടതല്ലേ ഈ കാശ്. നിനക്ക് എന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഞാൻ എന്തെങ്കിലുമൊക്കെ അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ ക്ഷമിച്ചേര്. നീ അന്ന് പറഞ്ഞ സമയത്ത് എന്നോട് വാങ്ങിയ പണം തിരികെ തരാനില്ല എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യം വന്നു പോയത്. ദേ, നീ അതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. എൻ്റെ ജോലി, അവൻ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ശരി, നീ അവനെ അടിച്ചത് ശരിയായി. എടാ, അവൻ കടം വാങ്ങിയത് അവൻ തിരിച്ചു തരുമ്പോൾ തീരും. എന്നാ നീ അവനിട്ട് കൊടുത്ത അടിയോ പറഞ്ഞ അതിശയ വാക്കുകളോ അത് തിരിച്ചെടുക്കാൻ പറ്റുമോ? ഇല്ല. അതങ്ങനെ മായാതെ മറയാതെ ആരുടെ ആയാലും അത് മനസ്സിൽ മരണം വരെ കിടക്കും. നമ്മുടെ എല്ലാ ധാരണയെയും അതിലംഘിക്കുന്ന ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും ചിന്തകളെയും യേശുക്രിസ്തുവിൽ കാത്തുകൊള്ളും. ഫിലിപ്പി 4:7. നീ എന്താ ഇവിടെ? അച്ഛൻ കാണാൻ വന്നതാ?
ഇല്ല ഏട്ടാ, ഞാൻ വീട്ടിലേക്ക് പോയതാ. പക്ഷേ ഞാൻ തിരിച്ചു പോന്നു. അല്ല, പോരേണ്ടി വന്നു. എന്താടാ, എന്തു പറ്റി? ചേട്ടാ, അതായതേ ഞാൻ തിരിച്ചു പോകുന്ന വഴി ആ ആൻഡോയെ കണ്ടു. ആ ഡൊമിനിക്കേൻ്റെ മകൻ ആൻഡോ ഇല്ലേ, അവനെ. ചേട്ടൻ എനിക്ക് ഒരു 15,000 രൂപ കടം തന്നില്ലേ, അതുപോലെ തന്നെ ഞാൻ അവനൊരു 3,000 രൂപ കടം കൊടുത്തിരുന്നു. അത് ചേട്ടൻ എന്നോട് ക്ഷമിക്കണം. ഞാനെന്തിനാ നിന്നോട് ക്ഷമിക്കുന്നത്? എടാ ആൻഡോ, നീ എന്നെ കളിപ്പിക്കണോ? ശരിയായിട്ടില്ല, കിട്ടിയ ഉടനെ തരാം. ജോയി പ്ലീസ്. ഓ, ആളുകൾ കാണും കേൾക്ക് ചേട്ടാ. എടാ നാണമില്ലാത്തവനെ, പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിലേ നിനക്കെന്റെ സ്വഭാവം ശരിക്കും അറിയില്ല. ഇവനെ കാണുന്ന കിട്ടിയാലും പഠിക്കോളൂ. നീ മാറിയേ, നീ മാറ്. എടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കുന്നതല്ലെന്ന്. കയ്യിലിരിക്കുന്ന കാശ് എണ്ണി കൊടുത്തിട്ടാ ഇതെല്ലാം കുളമാക്കിയത് ഇവനാ. എടാ, നീ ഇപ്പൊ പൊക്കോ, നിനക്ക് ഞാൻ വെച്ചേട്ടാ. ഒന്നോട് നിന്നേ. എടാ, നീ എന്തോന്നും മിണ്ടാതെ പോന്നു കളഞ്ഞത്. എടാ, ചേട്ടൻ എന്നോട് കാണിച്ച വിട്ടുവീഴ്ച എനിക്ക് അവനോട് കാണിക്കാൻ പറ്റിയില്ല. അവനോട് അങ്ങനെയെല്ലാം പെരുമാറിയ എനിക്ക് ആദ്യം അത് പറയേണ്ടതും ക്ഷമ പറയേണ്ടതും ചേട്ടനോടാണെന്ന് എനിക്ക് തോന്നി. ചേട്ടൻ എന്നെ ചീത്ത വിളിക്കുകയും അടിക്കുകയൊക്കെ വേണം. നിങ്ങൾ രണ്ടാളും എന്തൊക്കെയാ ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്നോട് പറയുന്നതെന്ന് എനിക്കറിയില്ല. നീ പറയുന്നതും അവൻ പറയുന്നതെല്ലാം സത്യമാണെങ്കിൽ നിങ്ങളോളം നല്ല മനുഷ്യനല്ല ഞാൻ. പിന്നെ നീ അവനെ അടിച്ചുവെങ്കിൽ അതാ ജോൺസൺ പറഞ്ഞതുപോലെ വളരെ വലിയൊരു തെറ്റ് തന്നെയാണ്. അത് പിന്നെ ചേട്ടാ, അന്നേരത്തെ ഒരു അവസ്ഥയിൽ ഞാനങ്ങനെ ചെയ്തു പോയതാ. അതെനിക്ക് മനസ്സിലാവും. ഞാൻ നിന്നോട് ചെയ്തതും അത് തന്നെയല്ലേ. അങ്ങനെ ചെയ്തു പോയതിൽ എനിക്ക് വിഷമമുണ്ട് ചേട്ടാ. പക്ഷേ ഞാനെങ്ങനെയാ അവനോട് ചെന്ന് സോറി പറയുന്ന കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ട് അല്ലേ? എന്നാ നീ കേട്ടോ, അവന് നിന്റെ കാശ് കൃത്യസമയത്ത് തിരിച്ചു തരാൻ പറ്റിയില്ല എന്നത് നേര് തന്നെ. അതുകൊണ്ട് മാത്രം അവൻ മോശക്കാരനല്ല. നീ നേരത്തെ വീട്ടിൽ വന്ന് എന്നോട് ഇനിയും അവധി ചോദിച്ചു. ഞാനത് സമ്മതിക്കുകയും ചെയ്തു. എനിക്കങ്ങനെ നീ പറഞ്ഞ കാര്യങ്ങളും നീ പറഞ്ഞ അവധിയും ഒക്കെ സമ്മതിക്കാൻ തോന്നിയതിന് കാരണക്കാരൻ ഇവനാ, ഈ ആൻഡോയാ. നിനക്ക് അവൻ തരാനുള്ള കാശ് വൈകുന്നതുകൊണ്ട് കൂടിയാ നീ എനിക്ക് കാശ് തരാൻ വൈകുന്നതെന്നും ഇനിയും നിന്നോട് കാശ് ചോദിച്ച് പറ്റുമെങ്കിൽ നിന്നെ വിഷമിപ്പിക്കരുതെന്നും അവൻ പറഞ്ഞു. നീങ്ങു വന്നു. ഞാൻ ആദ്യം കരുതിയതേ നീ കാശ് തരാൻ കുറച്ചും കൂടി സമയം കിട്ടാൻ വേണ്ടി അവന് നീയും കൂടി എന്നെ പറ്റിക്കുകയാണെന്നാ ഇപ്പം എനിക്ക് മനസ്സിലായി. നിനക്ക് ഞാൻ പണം കടം തന്നതും അത് തരാൻ നീ വൈകിയതും ആൻഡോന് നീ പണം കടം കൊടുത്തതും അവനത് തിരിച്ചു തരാൻ വൈകിയതും എല്ലാം എനിക്കും കൂടി നന്നാവാൻ വേണ്ടിയാണ്. ദേ, നിന്നെ അടിക്കാനും ചീത്ത വിളിക്കാനൊന്നും ഞാനില്ല. ചേട്ടാ, ചേട്ടൻ്റെ കാശ് ഒരു 2 ആഴ്ചക്കുള്ളിൽ ഞാൻ തരും. ദേ, ഇത്രയൊക്കെ ഞാൻ പറഞ്ഞതിൽ നിന്നും നിന്നോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലേ? എനിക്ക് മനസ്സിലായി ചേട്ടാ. ഞാൻ അവൻ്റെ അടുത്തേക്കാണ് പോണത്. ഇന്ന് തന്നെ ഞാൻ അവരോട് ക്ഷമ പറയും.
പശ്ചാത്തപിക്കുന്നവർക്ക് തിരിച്ചു വരാൻ അവിടുന്ന് അവസരം നൽകും. ചഞ്ചല ഹൃദയർക്ക് പിടിച്ചു നിൽക്കാൻ അവിടുന്ന് പ്രോത്സാഹനം നൽകും. പ്രഭാഷകൻ 17-ാം അധ്യായം 24-ാം വാക്യം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. ദി പ്രൊഡ്യൂസർ, വചനം പറയുന്നത്, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ PO, ചാലക്കുടി 680309. ഫോൺ 8891952600. ഇമെയിൽ വചനം പറയുന്നത് @gmail.com.